താമര വിരിയിക്കാൻ കേന്ദ്ര നേതൃത്വം ഒഴുക്കുന്ന കോടികൾ കീശയിലാക്കി ആഡംബര ജീവിതം നയിക്കുന്ന ബി.ജെ.പി. നേതാക്കളുടെ തനി നിറമൊടുവിൽ പുറത്തുവരുന്നു. ജനങ്ങൾക്ക് മുൻപിൽ ധർമ്മപ്രസംഗം നടത്തുകയും അണിയറിയൽ കോടികളുടെ ഫണ്ട് വെട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന സംസ്ഥാന ബി.ജെ.പിയിലെ ഒരു സംഘം കള്ളനാണയങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിന്റെ നടപടി ഭയന്ന് ക്ഷേത്രങ്ങൾ തോറും ശത്രുസംഹാര പൂജകൾ നടത്തി ഓടി നടക്കുകയാണ്. സാധാരണക്കാരായ അണികളെ വഞ്ചിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി കാറും കോടികളുടെ ഭൂമിയും വാങ്ങിക്കൂട്ടിയ ഇക്കൂട്ടരുടെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തായതോടെ പാർട്ടിക്കകത്ത് തന്നെ വൻ പൊട്ടിത്തെറിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കടുത്ത നടപടി കാത്തിരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മുതിർന്ന ബി.ജെ.പി. നേതാവ് ഭയം മൂത്ത് എറണാകുളത്തെ 2 കൊടിമരമുള്ള പ്രശസ്ത ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഒരു ലോഡ് പയറ് വഴിപാടായി കൊടുത്ത് ഇയാൾ നടത്തിയ ശത്രുസംഹാര പൂജ സ്വന്തം പാപക്കറ കഴുകിക്കളയാനാണെന്നാണ് വ്യക്തം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള പുത്തൻ ആഡംബരക്കാർ സ്വന്തമാക്കിയ ഈ നേതാവിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ പരസ്യമായി അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. കേരളത്തിനകത്തും പുറത്തുമായി സ്വന്തം പേരിലും ബിനാമി പേരുകളിലും കോടികളുടെ ഭൂമിയാണ് ഈ അഴിമതിക്കാരനായ നേതാവ് വാങ്ങിക്കൂട്ടിയത്. ഇതിനും പുറമെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് മുക്കിയ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇയാൾ ഒരു പുതിയ സിനിമ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ജനങ്ങളുടെയും അണികളുടെയും കണ്ണിൽ പൊടിയിട്ട് ജനസേവകനായി ചമയുന്ന ഇയാളുടെ യഥാർത്ഥ മുഖം ഇതോടെ പൂർണ്ണമായും മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന്റെ വലത് കൈയായി അറിയപ്പെടുന്ന അടുത്തിടെ മാത്രം പാർട്ടിയിലേക്ക് ചേക്കേറിയ മധ്യ തിരുവിതാംകൂർക്കാരനായ മറ്റൊരു നേതാവിനെതിരെയും പാർട്ടിയിലെ പഴയകാല നേതാക്കൾ രോഷാകുലരാണ്. ക്രൈസ്തവ സമുദായത്തിന്റെ ഇടനിലക്കാരനായി സ്വയം പ്രഖ്യാപിച്ച് പാർട്ടിക്കുള്ളിൽ അധികാരം ഉറപ്പിച്ച ഈ പരദൂഷണക്കാരൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമിയാണ് വാങ്ങിക്കൂട്ടിയത്. പാർട്ടിയുമായി യാതൊരു പ്രത്യയശാസ്ത്ര ബന്ധവുമില്ലാത്ത ഇത്തരം കരിയറിസ്റ്റുകൾക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണുള്ളതെന്നാണ് പഴയകാല പ്രവർത്തകർ പരസ്യമായി ചോദിക്കുന്നത്. ഫണ്ട് തട്ടിപ്പിൽ പങ്കാളിയായതിനെ തുടർന്ന് ബി.ജെ.പി. സംസ്ഥാന കാര്യാലയത്തിൽ നിന്ന് അടുത്തിടെ പുറത്താക്കപ്പെട്ട ഒരു മഹിളാ നേതാവിന്റെ HDFC ബാങ്ക് അക്കൗണ്ടിൽ 55 ലക്ഷത്തോളം രൂപയാണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനൊപ്പം ഇവർ വലിയൊരു കാറും സ്വന്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ഓഫീസിന്റെ മറവിൽ നടന്ന ഈ പകൽ കൊള്ള ബി.ജെ.പിയുടെ തകർച്ചയുടെ ആഴം പകൽ പോലെ വ്യക്തമാക്കുന്നുണ്ട്. പുതുതായി NDA മുന്നണിയിലെത്തിയ ഒരു കക്ഷിയുമായുള്ള സീറ്റ് വിഭജന ഇടപാടിൽ 40 കോടി രൂപയോളമാണ് പ്രമുഖ തീവ്ര ഹൈന്ദവ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതാവ് തട്ടിയെടുത്തത്. രാഷ്ട്രീയത്തെ വെറും കച്ചവടമാക്കിയ ഒരു മാഫിയ സംഘമായി കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം മാറിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. കേരളത്തിൽ പാർട്ടിയെ വളർത്താൻ വിയർപ്പൊഴുക്കിയ പഴയകാല നേതാക്കളെയും അണികളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ കണ്ണു വെട്ടിച്ച് ഒരു ഗൂഢസംഘം പോലെയാണ് നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന് ചുറ്റുമുള്ളവർ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്ന അഹങ്കാരത്തിൽ ഇവർ നടത്തുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിക്കാൻ പോലും താഴെത്തട്ടിലുള്ളവർക്ക് ഭയമാണ്. കേരളത്തിൽ വൻ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ കബളിപ്പിച്ച് സ്വന്തം കീശ വീർപ്പിക്കുന്ന ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ ഡൽഹിയിൽ നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. എന്തായാലും ജനങ്ങളുടെ മുൻപിൽ വലിയ സദാചാരവാദികളായി അഭിനയിക്കുകയും ഉള്ളിൽ കോടികളുടെ അഴിമതി നടത്തുകയും ചെയ്യുന്ന ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്.